എൻ ശ്രീകുമാറിലേക്ക്. ശ്രീകുമാർ, ഇപ്പോൾ സുരക്ഷാ പ്രവർത്തനത്തിന് പോലീസുകാർക്ക് റിവാർഡ് കൊടുക്കേണ്ട കൃത്യമായ സമയമാണ് അല്ലേ? ശ്രീമതി സ്മൃതി, നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം ഇതുവരെ പറഞ്ഞതിനെ ഔദ്യോഗികമായിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ഒരു വിരോധാഭാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറയണമെങ്കിൽ അതെന്തായാലും പാർട്ടി പറഞ്ഞതാണ്. നമ്മളിവിടെ പാർട്ടിയുടെ ബൗദ്ധിക കേന്ദ്രങ്ങൾ ഒരു മുഖ്യമന്ത്രിയുടെ മണ്ടത്തരത്തിന് മുന്നിൽ കീഴടങ്ങുന്ന ദയനീയ അവസ്ഥ കാണുകയാണ്. അതായത് പോലീസിൻ്റെ ഗുഡ് സർവീസ് എൻട്രി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രീ VPP മുസ്തഫയ്ക്ക് അറിയാമെങ്കിലും അദ്ദേഹം പോലും അത് മനസ്സിലായില്ല എന്നിവിടെ ധരിപ്പിക്കുകയാണ് പലവിധ വാചകങ്ങളിലൂടെ. മുഖ്യമന്ത്രി പറഞ്ഞത് ആ നവകേരള യാത്ര തുടങ്ങുന്നത് മുതൽ അവസാനം വരെ മുഖ്യമന്ത്രി പോലീസിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നു. അത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന കാര്യമാണിത്. ഇതിൽ ഗുരുതരമായൊരു പ്രശ്നം നമ്മൾ കാണേണ്ടത് 136 മണ്ഡലങ്ങളിലെ പര്യടനമേ പൂർത്തിയായിട്ടുള്ളൂ. ഇനി 4 മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരെയും UDF പ്രവർത്തകരെയും തല്ലിയാൽ ഗുഡ് സർവീസ് എൻട്രി കിട്ടും എന്ന ധാരണയിൽ ഇനി എറണാകുളത്തുള്ള 4 മണ്ഡലങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആർത്തിയോടെ മത്സരിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിയാൽ നമ്മുടെ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നൊരു ചോദ്യം ഉയരും. ഇന്ന് മുഖ്യമന്ത്രിയുടെ പോലീസുകാരെ പ്രഖ്യാപിച്ച ആ ഗുഡ് സർവീസ് എൻട്രി എന്തായാലും CPI അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. വളരെ പരുഷമായ ഭാഷയിൽ നിന്ന് CPIയുടെ പ്രസ്താവന ജനയുഗം പത്രത്തിൽ വന്നിട്ടുണ്ട്. ശ്രീ VPP മുസ്തഫ അത് കണ്ടു കാണും. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിയമപാലന രംഗത്ത് സേന പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിയമം കയ്യിലെടുക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് വസ്തുനിഷ്ഠമായി സത്യസന്ധമായി പരിശോധിക്കണമെന്ന് CPI ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം നിയമാനുസൃതം നിയമപാലന രംഗത്ത് നിയോഗിക്കപ്പെട്ടവർ അല്ലാതെ മറ്റാരെങ്കിലും ഇത് കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ അത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് വിനാശകരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് CPI ഇന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ മുന്നണിയുടെ നയമല്ല ഗുഡ് സർവീസ് എൻട്രി എന്ന് വരുന്നല്ലോ. നാളെ മുന്നണി യോഗം ചേർന്ന് കഴിയുമ്പോൾ CPI എന്തായാലും അഭിപ്രായം ഉന്നയിക്കും. അപ്പോൾ CPIയുടെയോ ഇടതുമുന്നണിയുടെയോ പോലീസ് നയത്തിന് വിരുദ്ധമായിട്ട് ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ യുവജന പ്രവർത്തകരെ തല്ലിയ പോലീസുകാർക്ക് റിവാർഡും ഗുഡ് സർവീസ് എൻട്രിയും പ്രഖ്യാപിക്കുമ്പോൾ അത് ശ്രീ പിണറായി വിജയൻ്റെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം തീരുമാനമായിട്ട് വരുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള CPIയുടെ ബ്രാഞ്ച് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഫ്രാക്ഷനോ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല അവരുടെ തീരുമാനമാണോ. കാരണം ഈ ADGPയുടെ തീരുമാനമാണെങ്കിൽ അത് മുഖ്യമന്ത്രി ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിനാശകരമാണെന്ന് മാത്രമല്ല ഇത് ഒരു വെല്ലുവിളി. അതായത് നമ്മൾ പറയാറുണ്ട് വാശി നല്ലതാണ്, കാരണം നമുക്ക് കൂടുതൽ നന്നായി പ്രവർത്തിക്കണം എന്നൊരു വാശി നല്ലതാണ്. പക്ഷേ ഒരു UDFനോടും കോൺഗ്രസിനോടുമുള്ള വാശി, നമ്മുടെ ഒരു ഭാഷയുണ്ട്, കൂറ വാശി എന്ന് പറയും, അനാവശ്യ വാശി എന്ന് പറയും. അങ്ങനത്തെ വാശിയാണ് മുഖ്യമന്ത്രി തീർക്കുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സ്മൃതി. കാരണം എന്താ വെച്ചാൽ ഇത് ഭരണാധികാരി ചെയ്യുന്ന കാര്യമാണ്. ഇത് നാളെ ഈ പോലീസുകാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കില്ലേ? നാളെ ഇവർ അധികാരത്തിൽ നിന്ന് മാറി വേറൊരു സംഘടന അധികാരത്തിൽ വരുമ്പോൾ വേറൊരു ഭരണമുന്നണി അധികാരത്തിൽ വരുമ്പോൾ പോലീസുകാർക്ക് പറയാമല്ലോ, ഞങ്ങൾക്കിങ്ങനെ അടിച്ചാൽ മർദ്ദനം നടത്തിയാലും ഗുഡ് സർവീസ് എൻട്രി കൊടുത്ത ഒരു പാരമ്പര്യ കീഴ്വഴക്കം ഉണ്ട് എന്നവർക്ക് പറയാമല്ലോ. ഇത് കേരളത്തിൻ്റെ പോലീസ് സേനയുടെ ആ വീര്യം നശിപ്പിക്കുക മാത്രമല്ല അച്ചടക്കം ഇല്ലാതാക്കും. മാത്രമല്ല ഇത് കോടതിയിലെത്തുമ്പോൾ കോടതിയുടെ ഒരുപാട് പ്രഹരങ്ങൾ കിട്ടി. VPP മുസ്തഫ ആലോചിക്കുക, കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം എത്തുമ്പോൾ കോടതിയിൽ 5ഓ 6ഓ കേസ് വന്നു. ഒരൊറ്റ കേസിലും എല്ലാത്തിലും പ്രഹരമാണ്. കരണത്തടി, കോടതിയുടെ കരണത്തടിയാണ്. ഒരെണ്ണത്തിൽ പോലും മുഖ്യമന്ത്രിയുടെ പാർട്ടിയോ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയ്ക്കോ അനുകൂലമായ ഒരു വിധി നമ്മുടെ കോടതിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? കോടതിയിൽ നിന്ന് പലതും പറയുമെന്നോ. അപ്പോൾ അതൊരു വാശിയല്ലേ, അതൊരു അരിശമല്ലേ? അരിശം വന്നാൽ അവിവേകം എന്നുള്ള ഒരു പഴഞ്ചൊല്ല് നമ്മുടെ നാട്ടിലുള്ളത് ഇപ്പം നിരന്തരം ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടാണ്. നാളെ ഇത് ഇടതുമുന്നണി യോഗം ചേരുമ്പോൾ, മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ഇത് അംഗീകരിക്കപ്പെടുമോ? അതാണ് കാണേണ്ടത്. ഈ പ്രതിപക്ഷവും UDFും കോടതിയിൽ പോകുന്ന അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോടതിയിൽ പോകുന്നതിലാണോ കാര്യം? ശ്രീ എൻ ശ്രീകുമാർ, താങ്കൾക്ക് അതിലൊരു സംശയം വേണ്ട. ഈ നവകേരള യാത്രയിൽ പോയ മന്ത്രിമാരെല്ലാം ഒറ്റക്കെട്ടാണ്. സെക്രട്ടേറിയറ്റിൽ തീരുമാനിക്കാൻ പറ്റാതിരുന്ന പല ഫയലുകളും ഈ ബസ് യാത്രയിൽ വളരെ വേഗത്തിൽ ഒപ്പിടാൻ പറ്റിയെന്ന് പറഞ്ഞത് മന്ത്രി രാജനാണ്.
അപ്പോൾ വ്യവസായ മന്ത്രിയും അദ്ദേഹം കൂടി റവന്യൂ മന്ത്രിയും കൂടി ഒരുമിച്ചിരുന്നപ്പോൾ പല കാര്യങ്ങളും തീർപ്പാകാതെ നിന്ന ഫയലുകൾ വരെ ഒപ്പിട്ടു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഈ ബസ് യാത്ര കൊണ്ട് കാര്യങ്ങൾ വേഗത്തിലാവുകയാണ് ചെയ്തതെന്ന കാര്യത്തിൽ അവർക്ക് ഒറ്റ തീരുമാനമാണ്, ഒറ്റ അഭിപ്രായമാണ്. താങ്കൾ ഈ വിചാരിക്കുന്ന പോലെ മന്ത്രിസഭയിലെ ഒരു ചോദ്യം അതുണ്ടാവില്ല. അല്ല, മന്ത്രിസഭയിലെ ചോദ്യം ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇടതുമുന്നണി യോഗത്തിൽ CPIയുടെ ബിനോയ് വിശ്വമാണ് സെക്രട്ടറി. മനസ്സിലാക്കണം, ബിനോയ് വിശ്വം സെക്രട്ടറിയാണ്. താനൊരു CPIയുടെ സെക്രട്ടറിയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണ്. നാളെ 98ാം വാർഷികം ആഘോഷിക്കുക CPI. 100 വർഷം കഴിഞ്ഞെന്നാണ് CPM പറഞ്ഞത്. അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 100 വർഷം കഴിഞ്ഞു. തർക്കമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനനത്തെക്കുറിച്ച് പോലും തർക്കം നിൽക്കുകയാണ്. നാളെ 98ാം വാർഷികം ആഘോഷിക്കുന്ന CPIക്ക് അവർക്ക് ആർജവമുണ്ടെങ്കിൽ ഇന്ന് ജനയുഗം പത്രത്തിൽ അവരെഴുതിയ മുഖപ്രസംഗം അവർ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ റിവാർഡ് അവർ റദ്ദാക്കണം, അതിന് സമ്മർദ്ദം ചെലുത്തണം. അതിന് ധൈര്യമില്ലാത്ത മന്ത്രിമാരാണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം ഈ AKG സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്ന ക്യാപ്സ്യൂള് ഈ മന്ത്രിസഭയുടെ യാത്രക്കിടയിൽ എല്ലാ മന്ത്രിമാരും വിഴുങ്ങിയിരുന്നു. യാതൊരു സംശയമില്ല, അത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതല്ല കാര്യം. ഇവിടെ ഒരു മന്ത്രിസഭയുടെ തീരുമാനമല്ല, ഒരു മുന്നണിയുടെ നയമല്ല. CPIക്കാർ പലപ്പോഴും പറയാറുണ്ട് പോലീസ് നയം ഇങ്ങനെയാണെങ്കിൽ മുന്നണിയുടെ പോലീസ് നയം ഇതല്ലാന്ന്. മുന്നണിയുടെ നയമാണോ ഈ റിവാർഡ് കൊടുക്കുന്നത്? അത് നാളെ CPIക്ക് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ജനയുഗം മുഖപത്രത്തിൽ എഴുതിയ മുഖപ്രസംഗം അവർ വിഴുങ്ങേണ്ടി വരും. ശരി, അങ്ങനെ വിഴുങ്ങുന്ന ഒരു പാർട്ടിയാണ് CPI എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം CPIയുടെ മന്ത്രിമാർക്ക് മന്ത്രിസഭയിൽ പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാകില്ലെങ്കിൽ കൂടിയും പാർട്ടി സെക്രട്ടറി നാളെ വിശദീകരണം നൽകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.